അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ ആലിഹി വസഹ്ബിഹി വമൻ വാലാ വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹത്താ ഇദാ ഇസ്തൈഅസ الرُّسُلُ وظنوا أنهم قد كذبوا جاءهم نصرنا فنجي من نشاء ولا يرد بأسنا عن القوم المجرمين എന്നാണ് വിശദീകരിച്ചത്. അതിൽ വലായുറദ്ദു ബഅ്സുന, നമ്മുടെ ബസ് ഇവിടെ ഉദ്ദേശം അദാബ്, ശിക്ഷ, അത് തടുക്കപ്പെടുകയില്ല, ചെറുക്കപ്പെടുകയില്ല. അനിൽ ഖൗമിൽ മുജ്രിമീൻ, മുജ്രിമീൻ എന്നാണ് കുറ്റവാളികൾ, കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ജനങ്ങളെ തൊട്ട്. ഈ ആയത്തിൽ സൂറത്തിൽ ഈ സൂറത്തിൽ അതിൻ്റെ അവസാന വചനാണ് നമ്മുടെ വിഷയം. لقد كان في قصصهم عبرة لأولي الألباب ما كان حديثا يفترى ولكن تصديق الذي بين يديه وتفصيل كل شيء وهدى ورحمة لقوم يؤمنون. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ആണയിട്ട് ഉറപ്പിച്ച് പറയുകയാണ്, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്ര. ലഖദ് എന്ന് പറഞ്ഞാൽ വല്ലാഹി, അള്ളാഹുവാണ്, തീർച്ചയായും ഉണ്ട്, തീർച്ചയായും. കാന ഫി ഖസസിഹിം, അവരുടെ ഖസസിലുണ്ട്, അവരുടെ ഖസസ് എന്തുണ്ട്? ഇബ്രത്തുൻ, ഇബ്രത്ത് ആർക്കുണ്ട്? ലി ഉലിൽ അൽബാബ്, ഉലിൽ അൽബാബിന്. നമുക്കതിൽ ഖസസ് നമ്മൾ പറഞ്ഞല്ലോ, എന്താ ഖസസ്? അൽ അഖ്ബാറുൽ മുതതാബിയ, വൃത്താന്തങ്ങൾ, തുടർച്ചയുള്ള വൃത്താന്തങ്ങൾ, അതേപോലെ തന്നെ കഥകൾ. ഖസസ് നമ്മൾ പറഞ്ഞാണ് ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ, നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്. ഇവിടെ ഖസസ് എന്ത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു പോയതാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ എന്ന് പറഞ്ഞു. ഈ ഇബ്റത്തുൻ എന്നുള്ളത് ഇവിടെ ഉദ്ദേശം എന്താ? ഇബ്റത്ത് ഗുണപാഠാണ്. അവരുടെ കഥകളിൽ തീർച്ചയായും ഇബ്റത്തുണ്ട് എന്നാണ്. അതിൽ ഉലിൽ അൽബാബ്, ഈ അബറ അലൈഹിസ്സലാം, ഇബ്റത്ത് എന്നുള്ളത് ഇവിടെ ഇഅ്തിബാർ എന്ന അർത്ഥത്തിനാണ്. ഇഅ്തിബാർ എന്ന് പറഞ്ഞാൽ അതാണ് ഗുണപാഠം. ഗുണപാഠം അതെങ്ങനെ പിന്നെ വന്നു എന്നുള്ളതാണ്. ഈ സൂറത്തിൽ നമ്മൾ തഅബുറൂൻ എന്ന് പറഞ്ഞില്ലേ, ഇതിൽ വന്നില്ലേ തഅബുറൂൻ? അവിടെ വന്ന തഅബുറൂൻ അവിടെ എന്താണ്? ഇൻ കുൻതും ലിറുയ തഅബുറൂൻ. എന്താ? നിങ്ങൾ റുയ, അത് തഅബുറൂൻ എന്താ? വ്യാഖ്യാനിക്കുന്നു, വിശദീകരിക്കുന്നു എന്നർത്ഥത്തില്. നിങ്ങൾ റുയയെ തഅബുറൂൻ വ്യാഖ്യാനിക്കുന്നവരാണ് എങ്കിൽ, രാജാവ് കണ്ട സ്വപ്നം, ഞാൻ ഇന്ന സ്വപ്നം കണ്ടു, അതിന് നിങ്ങൾ വ്യാഖ്യാനം പറയുന്നത് കൊട്ടാര പണ്ഡിതന്മാരോട് രാജാവ് ആവശ്യപ്പെട്ടതാണ് തഅബുറൂൻ എന്നത്. ഇതൊക്കെ ഉണ്ടല്ലോ. ഇതിപ്പോൾ ഇബ്റത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ ഇഅ്തിബാർ, ഗുണപാഠം. അതേപോലെ തന്നെ ഈ അബ്റത്ത് എന്ന് പറയും. ഇതിനാ അബ്റത്ത് എന്ന് പറയാം? അബ്റത്ത് എന്ന് പറഞ്ഞാൽ കണ്ണീർ തുള്ളികൾക്ക് പറയാം. അബ്റാത്ത്, അബ്റത്ത് കണ്ണീർ തുള്ളി. എൻ്റെ വ്യത്യാസമുള്ളൂ ഇബ്റത്തും അബ്റത്തും തമ്മിൽ. ഇവിടെ കെസറാണ്, ഇവിടെ ഫതഹാണ് അല്ലേ? അത്ര വ്യത്യാസമുള്ളൂ. പക്ഷെ അർത്ഥം നോക്കിയേ, ഇതേപോലെ തന്നെയാണ്. ഇപ്പം ഈ സ്വപ്ന വ്യാഖ്യാനത്തിനുള്ള ഇതും അതിൻ്റെ പദവും നോക്കിയ, സ്വപ്ന വ്യാഖ്യാനത്തിന് ആ ബറ എന്നാ പറയും. ആ ബറ യഅബുറു, സ്വപ്നം വ്യാഖ്യാനിച്ചു. നമ്മളൊരു പുഴ മുറിച്ച് കിടക്കുന്നതിന്, അല്ലെങ്കിൽ ഒരു റോഡ് മുറിച്ച് കിടക്കുന്നതിന് എന്താ പറയുക? അബറ എന്ന് പറയുക. അബറ ഉബൂർ, ഉബൂർ ഉശാരിയ, റോഡ് മുറിച്ച് കിടക്കുകയെന്ന്. അപ്പോൾ ഈ പദങ്ങളൊക്കെ നോക്കിയേ, അതിൻ്റെയൊക്കെ അടിസ്ഥാനം ഒന്നാണ്. തജാവുസ്, ഇതൊക്കെ അർത്ഥാക്കുന്നത് തജാവുസാണ്. തജാവുസ് നടത്തുന്നെങ്കിലും വിട്ട് കിടക്കുക,
വിട്ടുകിടക്കൽ. ഒരു തീരത്ത് നിന്ന് മറ്റൊരു തീരത്തേക്ക് വിട്ടുകിടക്കലാണ് എന്ത്? ഉബൂറുൻ നഹർ, പുഴ വിട്ടുകിടക്കൽ അല്ലേ? അതേപോലെ തന്നെയാണ് ഇബ്രത്തും അബ്രത്തൊക്കെ. അതുകൊണ്ട് ഈ ദാർശനികന്മാർ കുറേ സംസാരിച്ചൊരു വിഷയമാണ് ഈ ഐൻ ബാറ. ഐൻ ബാറ അത് ചേർന്നുള്ള ഈ ക്രിയ അല്ലെങ്കിൽ അതിൽ നിന്നുള്ള നാമങ്ങൾ. അപ്പോൾ ചിലർ പറഞ്ഞത് ഇങ്ങനെ അറിയാം, ജലിയിൽ നിന്ന്, അത് ഇവരുടെ ഒരു ഭാഷയാണ്, ജലിയിൽ നിന്ന് ശരി ഹഫിയിലേക്ക്. ജലി എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായത്, പ്രകടമായത്. ഹഫി എന്ന് പറഞ്ഞാൽ വ്യംഗ്യമായത്, ഗോപ്യമായത്. അതേപോലെ മഷ്ഹദിൽ നിന്ന് മഗീബ് അല്ലെങ്കിൽ ഗൈർ മഷ്ഹദ്. മഷ്ഹദ് എന്ന് പറഞ്ഞാൽ ദൃശ്യം, ഗൈർ മഷ്ഹദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദൃശ്യം. അല്ലെങ്കിൽ ബാഹിർ. ബാഹിർ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷം. ബാത്തിൻ എന്ന് പറഞ്ഞാൽ പരോക്ഷമായത് അല്ലെങ്കിൽ അന്തർലീനമായത്. ബാഹിർ, ബാത്തിൻ. ഇത് വിട്ടുകിടക്കൽ, ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് വിട്ടുകിടക്കൽ, ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് വിട്ടുകിടക്കൽ. അതാണ് ശരിക്ക് റുബൂർ. അപ്പോൾ സ്വപ്ന വ്യാഖ്യാനത്തിന് ഇപ്പോൾ അബറ വന്നു, അബറ വന്നു. അതേപോലെ തന്നെ ഗുണപാഠത്തിന് ഇതേ ക്രിയയിൽ തന്നെ നാമം വന്നു, ഇബ്രത്ത്. കണ്ണീരിന് അബ്രത്ത് പദം വന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇതിലൊക്കെ ഈ ഒരു വിഷയമുണ്ട്. ഇപ്പോൾ സ്വപ്ന വ്യാഖ്യാനം ഉണ്ടല്ലോ, സ്വപ്ന വ്യാഖ്യാനം ജലിയായ ഒന്നിൽ നിന്ന് ഹഫിയായ ഒന്നിലേക്ക് എത്തലാണ്. ഉദാഹരണത്തിന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ, ഒരാളൊരു സ്വപ്നം കണ്ടു, കാബയുടെ പുറത്ത് ഒരു കാക്ക വീഴുന്നതാണ് സ്വപ്നം കണ്ടത്. കാബയുടെ പുറത്ത് ഒരു കാക്ക വീഴുന്നത്, കാക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറക്കണ കാക്ക വീഴുന്ന സ്വപ്നം കണ്ടത് അല്ലേ? എന്ത് മുഹമ്മദ് ബിൻ സീരീൻ അതെന്താ വ്യാഖ്യാനിച്ച്? ബിൻ സീരീൻ കാബയുടെ പുറത്ത് കാക്ക വീണു എന്നതുണ്ടല്ലോ, കണ്ട കാഴ്ചയാണ്. അത് ചെലിയായൊരു കാര്യമാണ്. സ്വപ്നം അങ്ങനെ കണ്ടു അല്ലേ? എന്താ ഇതിനെ വ്യാഖ്യാനിച്ചത് മുഹമ്മദ് ബിൻ സീരീൻ? നമ്മളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ അത്. ഹജ്ജാജ് ബിൻ യൂസുഫ് നബി കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കുന്നതാണ്. ഹജ്ജാജ് ബിൻ യൂസുഫ് നബി കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കുന്നതാണ്. ഇബ്നു സീരീനോട് പറഞ്ഞ് ഇങ്ങനെ കാബയുടെ മുകളിൽ ഒരു കാക്ക വീഴുന്നത് ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഹജ്ജാജ് ബിൻ യൂസുഫ് നബി കുടുംബത്തിൽ നിന്ന് ഒരു കല്യാണം കഴിക്കുന്നതാണ്. അത് സംഭവിച്ചു. ജാഫർ ബിൻ അബി താലിബിൻ്റെ മകളെ ഹജ്ജാജ് ബിൻ യൂസുഫ് കല്യാണം കഴിച്ചു. പക്ഷെ അത് നീണ്ടുന്നില്ല. അന്നത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ കാരണത്താൽ ഖലീഫ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ ഇടപെട്ടിട്ട് എന്ത് ചെയ്തു? തലാഖിലിച്ചു. കാരണം അവിടെ അന്ന് അമവികളും മറ്റൊരു തമ്മിൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഹജ്ജാജ് ബിൻ യൂസുഫാണ് അബ്ദുൽ മലിക്കിൻ്റെ പ്രധാന ആയുധം. അപ്പുറത്തൊരു കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? അങ്ങോട്ട് ചായുന്നൊരവസ്ഥ വരും. അതുകൊണ്ട് തന്നെ ചിലരുടെ ഇടപെടലുണ്ടായി. അബ്ദുൽ മലിക് എന്ത് ചെയ്തു? പറഞ്ഞിട്ട് ഹജ്ജാജ് ബിൻ യൂസുഫ് അവരെ ഒഴിവാക്കുകയാണ് ചെയ്തത്. ഏതായാലും ഇവിടെ വിഷയം കണ്ട സ്വപ്നം അത് വ്യക്തമായ ഒരു ജലിയായ സംഗതിയാണ്. അതിൻ്റെ വ്യാഖ്യാനം എന്താ? നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ കാബത്തിന് മുകളിൽ വീണത് ഹജ്ജാജ് നബി കൊടുക്കുന്ന കല്യാണം കഴിക്കലാണ്? അത് ഹഫിയായ ഒരു കാര്യമാണ്. പക്ഷേ ഈ സ്വപ്നത്തെ വ്യാഖ്യാനിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ചില ലക്ഷണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും? അവരങ്ങനെ വ്യാഖ്യാനിക്കും. ഈ കാക്ക എന്ന് പറയുന്ന പറവനെ ഫാസിഖ് എന്ന് പറയാം. ഫാസിഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാക്ക മറ്റ് പറവകളെ പോലെയല്ല. അതിൻ്റെ ഈ വർത്തനങ്ങളുണ്ടല്ലോ, ചിലത് കാക്കക്ക് വലിയ ധർമ്മമുണ്ട് കേട്ടോ. പക്ഷേ എന്നാലും കാക്കൻ എന്താണ്? ഈ ഫവാസിഖ് ആയ മൃഗങ്ങളിലാണ് എണ്ണ. കാരണം കാക്കയുടെ ചില വർത്തനങ്ങൾ കാരണത്താൽ. ഹജ്ജാജ് ബിൻ യൂസുഫ് ഇതല്ലേ, ഹജ്ജാജ് ബിൻ യൂസുഫിൻ്റെ നിലപാട് എന്താ? പലതും അസ്വീകാര്യമാണ്. ഫാസിഖ് എന്ന് പറയാറുണ്ട്. നബി കുടുംബ വിശുദ്ധാണ്, കാബ വിശുദ്ധാണ്. അതുകൊണ്ടാണ് ആ ഒരു വ്യാഖ്യാനം വന്നത്. എന്തായാലും ഉമ്മുൽ ഖൈർ അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ ഭാര്യ ലുബാബ, അവർ ഒരു സ്വപ്നം കണ്ടു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഒരു കഷ്ണം
തൻ്റെ മടിയിൽ വീണായിട്ടല്ലേ കണ്ടത് അല്ലേ? അപ്പോൾ അവർക്ക് ഭയങ്കര പ്രയാസം തോന്നി നബ്സലാസ്ലം ഒരു കഷ്ണം വന്ന് വീഴുക എന്നുള്ളത്. അപ്പോൾ പിന്നെ നബ്സലാസ്ലം അവരോട് പറഞ്ഞ് അവ ജലിയായത് എന്താണ്, അവർക്കൊരു പ്രയാസകരമായ വിഷയമാണ്. പക്ഷേ അതിന് വ്യാഖ്യാനിച്ചു കൊടുത്തത് എന്താണ്, ഫാത്തിമ ഒരു കുഞ്ഞിന് ജന്മം നൽകും, നിങ്ങൾ അതിനെ മടിയിൽ വെച്ച് പാല് കിട്ടുന്നതാണ് അല്ലേ? അതാണ് അതിൻ്റെ വ്യാഖ്യാനം നബ്സലാസ്ലം പറഞ്ഞത്. നോക്കി അപ്പോൾ ഈ ജലീ, മഷ്ഹദ്, ബാഹിർ, അതിൽ നിന്ന് ഖഫിയായ വ്യംഗ്യമായ ഗൈറ മഷ്ഹദ് അദൃശ്യമായ ബാത്തിൻ അന്തർലീനമായ ഒരു കാര്യത്തിലേക്ക് എത്തുക. ഏതാണെന്ത് ഈ പിന്നെ ഇതിൻ്റെ പ്രത്യേകത തജാവുസ്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത് ഇബ്രത്ത്, പിന്നെ അല്ലെങ്കിൽ സ്വപ്ന വ്യാഖ്യാനത്തിന് അബറ എന്ന് പറഞ്ഞത്. ഇബ്രത്ത് എന്താ? ഇബ്രത്ത് ഇതേപോലെയാണ് ഗുണപാഠം ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഒരു സംഗതിയിൽ നിന്ന്, ജലിയായ ഒരു സംഗതിയിൽ നിന്ന് ഖഫിയായ ഒരു സംഗതിയെ എന്ത് ചെയ്യാണ് പറയാണല്ലോ. ഇപ്പം കഥകളിൽ ഇബ്ര അവൾ പറഞ്ഞത്, പിന്നെ ഒരു കുട്ടി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമായിരുന്നു എന്നാണ്. എപ്പോഴും ഒരു അടിപ്പെട്ടൊരു കുട്ടി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും, എപ്പോഴും വിക്ഷോഭം. അപ്പോൾ ഒരിക്കൽ ആ കുട്ടിയെ ഒന്ന് പരിചരിക്കാൻ, നന്നാക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചു. അതിനെ കുട്ടിയോട് അതിനെ പ്രീണിപ്പിച്ച് പ്രലോഭിപ്പിച്ച് അതിനോട് പറഞ്ഞ് ദേഷ്യം വരുമ്പോഴൊക്കെ നല്ലൊരു ചുമര് കാണിച്ചു കൊടുത്തു, നല്ല വൃത്തിയുള്ളൊരു ചുമര്, നല്ല പെയിൻ്റൊക്കെ ചെയ്ത് നല്ല വൃത്തിയുള്ള ചുമര്. ദേഷ്യം വരുമ്പോഴൊക്കെ ആ ചുമരുമ്പോൾ പോയിട്ട് ഒരാണി മേടാൻ പറഞ്ഞ്, പിന്നെ ആണി മേടാൻ പറഞ്ഞ്. അങ്ങനെ കുട്ടി ദേഷ്യം വരുമ്പോഴൊക്കെ ആണി മേടും. ആദ്യത്തെ ദിവസം 37 ആണി മേടിയെന്നാണ്. പിറ്റേ ദിവസം പക്ഷെ ആണി മേടുന്നതിൻ്റെ ഇത് കുറഞ്ഞ്, അളവ് കുറഞ്ഞ്, അങ്ങനെ കുറഞ്ഞു വന്ന് അവസാനം പിന്നെ ഈ കുഞ്ഞിനെയും കൊണ്ട് ആ ചുമര് കാണിച്ചു കൊടുത്ത് അല്ലേ. ചുമര് കാണിച്ചു കൊടുത്തപ്പോൾ നിറച്ച ആണിയാണ്. അപ്പോൾ അവന് ബോധ്യപ്പെടുകയാണ് ഞാൻ ദേഷ്യപ്പെടുന്നതിൻ്റെ എണ്ണവും വണ്ണവും. പിന്നെ ആണിയൊക്കെ പറിക്കാൻ പറഞ്ഞു. അപ്പോൾ ആണിയൊക്കെ പറിച്ച് നോക്കുമ്പോൾ നല്ല സുന്ദരമായ ചുമർ, അതാകെ വികൃതമാക്കപ്പെട്ട്, മനസ്സിലല്ലേ, ആകെ വികൃതമാക്കട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, നോക്കിയാൽ ഇതിൻ്റെ കാഴ്ച ആദ്യം എത്ര സുന്ദരമായിരുന്നു, പക്ഷേ ആണി മേടിയതോടുകൂടി ഇനി ഈ ചുമര് ഒരിക്കലും എന്ത് ചെയ്യില്ല, അതിൻ്റെ പൂർവ്വാവസ്ഥയിലേക്ക് വരില്ല. മനസ്സിലല്ലേ? ഇതൊരു കഥയാണ്. ഇതെന്തിനാ കഥിക്കണത്? ഈ കഥ കഥിക്കണത് എന്തിനാ? പിന്നെ കേവലം ഒരു സുന്ദരമായ ഒരു മതിൽ, പിന്നെ ഒരു വികൃതമായൊരു മതിൽ, ഈ രണ്ടവസ്ഥ പറയാനല്ല. പിന്നെ അദൃശ്യമായ ഒന്നിൽ നിന്ന് അദൃശ്യമായ അല്ലെ ജലിയായ അതിൽ നിന്ന് ഖഫിയായ ഒരു കാര്യം, അതെന്താ? ദേഷ്യം, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ. ദേഷ്യം അത് വരുത്തുന്ന അപകടങ്ങളെ നികത്താനാവാത്തതും പരിഹരിക്കാനാകാത്തതുമായ വിഷയമാണ് എന്നുള്ളത് പഠിപ്പിക്കാൻ. അതാണ് അതിൽ ഖഫിയായത് അല്ലേ, മറ്റത് ജലിയായതും. അങ്ങനെ പിന്നെ കഥകളുടെ വിഷയം അതാണ്. പിന്നെ കഥകളിൽ നിന്നുണ്ട്, കഥകളിൽ നമ്മൾ വായിക്കുന്നത് അല്ലെങ്കിൽ കഥകളിൽ നമുക്ക് ദൃശ്യമാകുന്നത്, അനുഭവവേദ്യമാകുന്നത്, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, അനുഭവവേദ്യമില്ലാത്തൊരു കാര്യത്തിലേക്ക് എത്തുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ വിട്ടുകടന്നു എന്ന അർത്ഥത്തിലുള്ള അബറ എന്ന ക്രിയയിൽ നിന്ന് ഇബ്രത്ത് ഗുണപാഠം അത് വന്നത്. മനസ്സിലായില്ലേ? അബ്രത്ത് എന്താ? അബ്രത്തും അബ്രയിൽ നിന്നാണ് അല്ലേ? അബ്രത്ത് കണ്ണീരാണ്. അപ്പോൾ കണ്ണീരിൻ്റെ വിഷയം എന്താ? എന്തിനാ കണ്ണീരിന് ഇതിൽ നിന്ന് നാമം വന്നത്? കണ്ണീര് ഉണ്ടല്ലോ, അതും ഇതേപോലെയാണ്. നമ്മളുടെ മനസ്സിൻ്റെ വിഷയങ്ങളുണ്ടല്ലോ, അത് കണ്ണീരിലൂടെ പ്രകടമാവും അല്ലേ? കണ്ണീരിലൂടെ പ്രകടമാവില്ലേ? ഇപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ വന്ന് കരയാണ്. അപ്പോൾ എന്തിനാ കരയുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉമ്മയെ എത്ര ദഅവത്ത് നടത്തിയിട്ട് ഇസ്ലാമിലേക്ക് വന്നിരുന്നില്ല. അവസാനം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബീ ഹുറൈറ എന്ന് ദുആ ചെയ്തില്ലേ? ദുആ ചെയ്ത് പിന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ചെന്നപ്പോൾ അതുവരെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറ്റപ്പെടുത്തി ആക്ഷേപിച്ച് സംസാരിച്ചിരുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു ഉമ്മ കലിമല്ലേ ഇസ്ലാം സ്വീകരിച്ച്. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ആ രംഗം കണ്ട് ഓടി വന്നിട്ട് കുൻതു അബ്കി മിനൽ ഫറഹ് എന്നാണ്. കുൻതു അബ്കി മിനൽ ഫറഹ്. അബൂ ഹുറൈറയുടെ മനസ്സ് മുഴുവൻ ഫറഹ്, സന്തോഷമാണ്. ആ സന്തോഷത്തെ ആരാ പിന്നെ സന്തോഷ കണ്ണീർ അല്ലേ?
അതാണ് നുഫ്രാസല മതങ്ങളുടെ മുമ്പിൽ അദ്ദേഹം പൊഴിച്ചത്. അതേപോലെ സന്തോഷത്തിന് മാത്രമല്ല, ഇപ്പോൾ നമ്മളിവിടെ ജനൽ ജമാലു നസ്രൻ ഫഗറബഹു അനിൽ മദീനത്തി തബ്കി വയബ്കിഹ, ഹാഫിദ് ഇബ്രാഹിം ബക്കൻ്റെ ഒരു കവിതയാണ്. അതിൽ നമ്മൾ നസറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നസർ സൗന്ദര്യം വിനയായ ഒരു വ്യക്തി. ആരാ സൗന്ദര്യം വിനയായ വ്യക്തി? സൗന്ദര്യം വിനയായ വ്യക്തിയാണ് നസർ. നസർ ഇബിനു നസർ ബിനു ഹജ്ജാജ് ബിനു ഇലാത്ത് എന്ന് പറയുന്ന വ്യക്തി. ഹജ്ജാജ് ബിൻ ഇലാത്തിൻ്റെ മകൻ നസർ. ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ ഇവിടെ ജീവിച്ച ആളാണ് നസർ. വളരെ സുന്ദരനായിരുന്നു, വളരെ സുന്ദരനായിരുന്നു. അത് കാരണത്താൽ തന്നെ സ്ത്രീകൾ അയാളിൽ ഫിത്നയിൽ അകപ്പെട്ടിരുന്നു. ഒരു സ്ത്രീ മദീനയിൽ വെച്ച് ഒരിക്കൽ പാടി, ഹൽ മിൻ തരീഖിൻ ഇലാ ഖംറിൻ ഫഅശ്റബുഹ വഹൽ മിൻ തരീഖിൻ ഇലാ നസ്രിൻ. അതായത് ഒരു സ്ത്രീ പറയുന്ന മദ്യപിക്കാൻ അവസരമുണ്ടോ എന്ന് ആണ് എൻ്റെ ആശയം. പിന്നെ നസറിൻ്റെ അടുക്കലേക്ക് പോകാൻ അവസരമുണ്ടോ എന്നാണ്. ഹൽ മിൻ തരീഖിൻ ഫാത്തിഹീനോ, നസറിൻ്റെ അടുത്തേക്ക് പോകാൻ വഴിയുണ്ടോ, മദ്യപിക്കാൻ വഴിയുണ്ടോ എന്നൊരു സ്ത്രീ ഉണ്ടായി ഫിത്നയിൽ അകപ്പെട്ടിട്ട് പാടിയതാണ്. അപ്പോൾ ആരെ നസറെന്ന് ചോദിക്കുമ്പോൾ നസർ ഇതാണ് അദ്ദേഹത്തിൻ്റെ സൗന്ദര്യ വിഷയമാണ്. വളരെ സുന്ദരനായിരുന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് തല മുടി നീക്കാൻ പറഞ്ഞു. ശാരീരിക കാന്തിയുണ്ട്, പിന്നെ ഈ തലമുടി അതും വളരെ അദ്ദേഹത്തിന് ഒന്നുകൂടി മാറ്റി കൂട്ടണമാണ്. അപ്പോൾ തലമുടി നീക്കുമ്പോൾ ഒന്നുകൂടി അദ്ദേഹത്തിന് മുഞ്ചു കൂടുക ചെയ്തത്, കുറഞ്ഞില്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് മദീനയിൽ നിന്ന്, അത് കാരണം അതൊരു വലിയ വിഷയം, മദീനയുടെ ഒരു ഹുർമത്തിൻ്റെ കൂടി വിഷയമുണ്ട് അതിൽ, അദ്ദേഹത്തോട് ബസറയിലേക്ക് പോകാൻ പറഞ്ഞു. ബസറയിലേക്ക്. അപ്പോൾ ബസറയിലേക്ക് പോകുന്ന അരങ്ങം ഹാഫിദ് ഇബ്രാഹിം ബക്ക് ചിത്രീകരിക്കുകയാണ്. ജനൽ ജമാലു നസ്രൻ, നസറിൻ്റെ സൗന്ദര്യം എന്തായി, പിന്നെ സൗന്ദര്യം നസറിനോട് കുറ്റം ചെയ്തു എന്നാണ്. ഫഹറബഹു, അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു നസറിനെ യാത്രയാക്കി മിനൽ മദീനത്തി, മദീനയിൽ നിന്ന്. അവിടെ കവി പറയാണ് തബ്കി വയബ്കിഹ എന്നാണ്. തബ്കി, മദീന കരയുന്നു, വയബ്കിഹ, മദീനയ്ക്ക് വേണ്ടി നസർ കരയുന്നു. തബ്കി വയബ്കിഹ, മദീന കരയുന്നു, മദീനയ്ക്ക് വേണ്ടിയിട്ട് നസർ കരയും എന്നാണ്. അപ്പം മദീന കരയുന്നത് നസറിനെ യാത്രയാക്കാനാണ് അല്ലേ, യാത്രയാക്കുമ്പോഴാണ്. നസർ കരയുന്നത് മദീനയോട് യാത്ര പറയുമ്പോഴാണ് അല്ലേ. അപ്പോൾ അവിടെ പിന്നെ കണ്ണീര് അബറത്ത് അല്ലേ, അതെന്തിൻ്റെ, വിരഹദുഃഖത്തിൻ്റെ, വേർപാടിൻ്റെ കണ്ണീരാണ്. അപ്പോൾ വേർപാടിൻ്റെ വേദന, വിരഹത്തിൻ്റെ വേദന, അതാണ് എന്ത് ചെയ്യണത്, കണ്ണീര് അറിയിക്കുന്നത്. മനസ്സിലല്ലേ? അതാണ് മനസ്സിൻ്റെ അവസ്ഥയെ എന്ത് ചെയ്യാണ്, മറ്റുള്ളവർക്ക് അറിയിക്കുന്നതാണ് കണ്ണുനീർ. അതുകൊണ്ടാണ് അതിനെന്ത് പറഞ്ഞത്, അബ്രത്ത് എന്ന് പറഞ്ഞത്. അല്ലേ, ഞാൻ പറഞ്ഞത് വെച്ചാൽ ഈ നമുക്കിപ്പോൾ സൂറത്ത് യൂസുഫിൽ തന്നെ ഇതിൽ നിന്ന് ഈ അബറ എന്നുള്ളതിന് സ്വപ്ന വ്യാഖ്യാനത്തിന് വന്നു. അതേപോലെ തന്നെ എന്താ ഇവിടെ ഇപ്പോൾ ഗുണപാഠത്തിന് വരുന്നു. പിന്നെ ഇത് നമ്മൾ ഭാഷയിൽ നോക്കുകയാണെങ്കിൽ, ഹദീസുകളിലൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഈ അബറത്ത് ഹദീസുകളിൽ വരെ പ്രയോഗമുണ്ട്. കണ്ണുനീരിനൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരേ അക്ഷരങ്ങളാൽ പിന്നെ തർക്കീബ് ചെയ്യപ്പെട്ട, ഘടിപ്പിക്കപ്പെട്ട ഇതിനൊക്കെ ഇങ്ങനെ ഒരു അർത്ഥം വന്നത്, അല്ല വ്യത്യസ്ത അർത്ഥം വന്നത് ഇതിലൊക്കെ എന്തുണ്ട്, ഈ ഒരു വിഷയമുണ്ട്. അത് നമ്മൾ പറഞ്ഞത്, ഈ ഒരു വിഷയമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ അങ്ങനെ ഈ അർത്ഥങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നത്, ഈ പദം പ്രയോഗിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ, ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം. ഇവിടെ നമ്മുടെ വിഷയം അതല്ല, ഞാൻ അതിൽ കുറച്ചാണ് പോയി. ലഖദ് കാന ഫീ ഖസസിഹിം, അവരുടെ ഖസസിൽ ഇബ്റത്തുണ്ട് എന്നാണ്. അവരുടെ ഖസസിൽ, ആരുടെ ഖസസിൽ? ഈ സൂറത്ത് യൂസുഫിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥ വിശുദ്ധ ഖുർആനിലെ ഇതര കഥകളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇതര കഥകളെല്ലാം എന്താ, അത് വിവിധ സൂറത്തുകളിൽ അവിടങ്ങളിൽ പരാമൃഷ്ടമാണ് പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി. എന്നാൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥ അങ്ങനെ എവിടെയും എന്തില്ല, പരാമൃഷ്ടമല്ല. എവിടെയല്ലാതെ, സൂറത്ത് യൂസുഫിലല്ലാതെ.
ആ കഥ സവിസ്തരം ഇവിടെ പ്രതിപാദ്യമായി. പിന്നെ ആ കഥയുടെ അവസാനത്തിൽ ചില അനുബന്ധങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഈ കഥ അവസാനിപ്പിച്ച് സൂറ അവസാനിപ്പിക്കുമ്പോൾ ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ ഒരു വിഭാഗം മുഫസ്സിറുകൾ പറയാണ് ഈ ഖസസിഹിം എന്ന് പറഞ്ഞാൽ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, സഹോദരങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട കഥകൾ. ഖസസിഹിം എന്ന് പറഞ്ഞാൽ ഉണ്ടോ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ, അവരുടെ കഥകളിലുണ്ട് ഇബ്റത്തുൻ. മറ്റൊരു വിഭാഗം മുഫസ്സിറുകൾ പറഞ്ഞത് അല്ല, ഖസസിഹിം എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ പറഞ്ഞില്ലേ വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം മിൻ അഹ്ലിൽ ഖുറ എന്ന് പറഞ്ഞില്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥ പറഞ്ഞിട്ട് അവസാനത്തിലാണ് എന്ത് ചെയ്തത്, തൗഹീദുമായി അഖീദയുമായി ബന്ധപ്പെട്ട് വിഷയം പറഞ്ഞത്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കളിയാക്കപ്പെടുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, എന്ത്, താങ്കൾക്ക് മുമ്പ് റസൂലുമാരെ അയച്ചിട്ടുണ്ട്. അത് അഹ്ലുൽ ഖുറയിൽ നിന്നുള്ള ആളുകളെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലായിട്ട് അയച്ചിട്ടുള്ളത്. അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കളവാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിഷയം പറയണം. അപ്പോൾ ഇവിടെ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച നബിമാരെ കുറിച്ചാണ്, റസൂലുമാരെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശം എന്താ, ഫീ ഖസസിഹിം എന്ന് പറഞ്ഞാൽ എല്ലാ നബിമാരും എല്ലാ റസൂലുമാരും. ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ, എല്ലാ നബി പുങ്കവന്മാരിലും റസൂലുമാരിലും ഉണ്ട്, അവരുടെ കഥകളിലുണ്ട് എന്തുണ്ട്, ഇബ്റത്തുൻ, ഗുണപാഠമുണ്ട് എന്നാണ് ഒരു വിഭാഗം മുഫസ്സിറുകൾ പറഞ്ഞത്. അത് ശരിയാണ്. പക്ഷെ അത് ആദ്യത്തേതിനെ നിരാകരിക്കണില്ല. കാരണം നബിമാരിൽപ്പെട്ടവരാണ് ആര്, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയും. പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരങ്ങൾ 11 പേർ, അവർ നബിമാരാണ് എന്നുള്ളത് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നബിമാരല്ലെങ്കിലും നബിമാരുമായി ബന്ധപ്പെട്ടവരാണ് അവർ, അതുകൊണ്ട് അവരുടെ കഥകളിലുണ്ട് എന്നുള്ളതാണ് അതിൽ പിന്നെ അത് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട സൂറത്ത് യൂസുഫിലെ കഥകളുണ്ടല്ലോ, യൂസുഫിലെ കഥകൾ, ഒരു കഥ അല്ല, അത് ഒരു കഥയാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടേത് ഒരു കഥയല്ല, പിന്നെയോ കഥകളുടെ ഒരു സിൽസിലയാണ്. ഇപ്പം നമ്മൾ ഈ അൽഫു ലൈല വലൈല, എന്താ അൽഫു ലൈല വലൈല, 1001 രാവുകൾ അല്ലേ, അതൊരു കഥയാണ്. പക്ഷെ അത് കഥകളുടെ ഒരു ശൃംഖല അല്ലേ, അതിനെക്കുറിച്ചൊരു കഥ എന്ന് പറയും, പക്ഷെ അത് കഥകളാണ്. അതേപോലെ സൂറത്ത് യൂസുഫിൽ ഒരു കഥയാണ്, പിന്നെയോ കഥകളാണ്. ഈ കഥകളിൽ പ്രത്യേകിച്ച് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ സൂറത്ത് യൂസുഫിലെ കഥകളിൽ പിന്നെ അതിലെ പാഠങ്ങൾ, ഗുണപാഠങ്ങൾ അതിനെ ഉണർത്തിയ പണ്ഡിതന്മാർ അത് പല നിലക്ക് ഈ ഗുണപാഠം ഇബ്രത്ത്, അത് ചില ഈ തർബിയയുടെ വിഷയം. എന്താ തർബിയ എന്ന് പറഞ്ഞാൽ സംസ്കരണം, പരിചരണം, ആ വിഷയത്തിലുള്ള ഗുണപാഠങ്ങൾ. ചിലർ അഖ്ലാഖിയ എന്ന് പറഞ്ഞാൽ സ്വഭാവ സംബന്ധമായിട്ടുള്ള ഗുണപാഠങ്ങൾ. ചിലർ ഇജ്തിമാഇയ, എന്താ ഇജ്തിമാഇയ, സാമൂഹികമായിട്ടുള്ള വിഷയങ്ങൾ, അതിലുള്ള ഗുണപാഠങ്ങൾ. ചിലർ സിയാസിയ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങൾ. ചിലർ ഇഖ്തിസാദിയ സാമ്പത്തികം, മാലിയ, സാമ്പത്തിക വിഷയങ്ങൾ. മറ്റു ചിലർ നഫ്സിയ എന്ന് പറഞ്ഞാൽ മാനസിക വിഷയങ്ങൾ, മാനസികമായിട്ടുള്ളതായ ഗുണപാഠങ്ങൾ. ചിലർ അഖദിയ എന്താ, അഖീദയുമായി ബന്ധപ്പെട്ട അഖീദയിലേക്ക് നിസ്ബ ചെയ്യുമ്പോൾ അഖദി എന്ന് പറഞ്ഞാൽ വിശ്വാസപരമായ വിഷയങ്ങൾ, ആദർശപരമായ വിഷയങ്ങൾ, ഇങ്ങനെ തുടങ്ങി ഉണ്ടല്ലോ. ഇത് ഈ ഗുണപാഠങ്ങളുടെ ഓരോ വകുപ്പുകളാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും സഹോദരങ്ങളുടെയും വിഷയത്തിൽ കഥകളിൽ ഗുണപാഠമുണ്ട്. ആ ഗുണപാഠം വിശ്വാസപരമായി, സംസ്കരണവും പരിചരണവുമായി, സ്വഭാവ സംബന്ധിയായി, സാമൂഹികമായി, രാഷ്ട്രീയമായി, സാമ്പത്തികമായി, മാനസികമായി, ഇങ്ങനെ പല ഗുണപാഠങ്ങൾ പണ്ഡിതന്മാരെ ചെയ്തിട്ട് ഇതിൽ നിന്ന് ഈ കഥയിൽ നിന്ന് എടുത്തിട്ടുണ്ട്.
മനനം നടത്തിയെടുത്തിട്ടുണ്ട്. അത് വലിയ മഹനീയ രചനകളായി മഹനീയ രചനകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അത് ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചിലരൊക്കെ കഥകളായിട്ട്, ചിലരൊക്കെ പിന്നെ ഇതിൽ നാടകങ്ങളുണ്ട്, ചിലർ സിനിമകളുണ്ട്, ഒക്കെ ഉണ്ട്. അതിൽ ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ എടുത്തിട്ടാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ പിന്നെ വിഷയങ്ങളിലുള്ള ആ ഗുണപാഠങ്ങളെ പെറുക്കി ഇത് വായിക്കുക എന്നുള്ളത് സുപ്രധാന. നമ്മൾ നോക്കിയേ, സൂറത്ത് യൂസുഫ് നമ്മൾ ഇപ്പോൾ തുടങ്ങിയിട്ട് എത്ര 1.5 വർഷം. ആ 1.5 വർഷത്തിൽ നമ്മൾ പലപ്പോഴും ഉണ്ടല്ലോ, നമ്മൾ പിന്നെ ഇതിലുള്ള ഇങ്ങനത്തെ ഇബ്രത്തുകളുടെ ഉണ്ട് പല ഇബ്രത്തുകളും. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കിയാൽ നിങ്ങൾ, ഇപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ ജയിലിൽ കിടന്നു. ആ ജയിലിൽ കിടന്നപ്പോൾ പിന്നെ ജയിലിലെ 2 ആളുകൾ സ്വപ്ന വ്യാഖ്യാനം ചോദിച്ചു വന്നില്ലേ? ആ സ്വപ്ന വ്യാഖ്യാനം ചോദിച്ചു വന്നപ്പോഴാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, നിങ്ങൾ ചോദിച്ച സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അത് നിങ്ങൾക്ക് തിന്നാനുള്ള ഭക്ഷണം കൊണ്ടുവരുന്നതിന് മുമ്പ് ഞങ്ങൾക്കത് അറിയിച്ചു തരും എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ എന്ത് ചെയ്തത്, വേഗം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവരെന്ത് ചെയ്തത്, ഇന്നി തറക്തു മില്ലത്ത ഖൗമിൻ ലാ യുഅ്മിനൂന ബില്ലാഹ് എന്ന് പറഞ്ഞിട്ട് ചെയ്തു, തൗഹീദ് അഖീദ ആദർശം പറഞ്ഞു കൊടുത്തത്. വത്തബഅതു മില്ലത്ത ആബാഇ ഇബ്രാഹിം വ ഇസ്മാഈല വ ഇസ്ഹാഖ് എന്ന് തുടങ്ങിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, പിന്നെ അദ്ദേഹം വിശ്വസിച്ചത് ലാ ഇലാഹ അത് പറഞ്ഞ്, പിന്നെ ഇല്ലല്ലാ അത് ഇബ്രാഹിം ഇസ്മായിൽ ഇവരുടെയൊക്കെ ആദർശമാണ്, എൻ്റെ ആദർശം പറഞ്ഞു. പിന്നെ മാക്കാൻ ലന അൻ നുശ്രിക ബില്ലാ എന്നുള്ളത് പറഞ്ഞു, ശിർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ മാ തഅബുദൂന മിൻ ദൂനില്ലാ ഇല്ലാ അസ്മാഅൻ സമ്മൈതുമൂഹാ അൻതും വആബാഉകും എന്ന് പറഞ്ഞിട്ട് അവരാരാധിക്കുന്ന ആരാധ്യന്മാർ അവർ യഥാർത്ഥ ആരാധ്യരല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചു. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തില്ലേ, സവിസ്തരം പറഞ്ഞു കൊടുത്ത്. നോക്കിയേ, എന്തിനാണ് ഈ വ്യാഖ്യാനം പറയുന്നതിന് മുമ്പ് ഈ ഒരു അഖീദയുടെ വിഷയം അതിൻ്റെ എല്ലാ ഭാഗങ്ങളും സമഞ്ജസമായി സമന്വയിപ്പിച്ചിട്ടാണ് അത് അവതരിപ്പിച്ചത്. അതിൻ്റെ പ്രൂഫുകൾ, അതിൻ്റെ ചരിത്രം, പിന്നെ ഒക്കെ ലാ ഇലാഹ ഇല്ലല്ലയുടെ 2 റുക്നുകൾ, നിരാകരണവും സ്ഥിരീകരണവും, ഇതൊക്കെ കൊണ്ടുവന്നിട്ടാണ് എന്ത് ചെയ്തത്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ പറഞ്ഞു കൊടുത്തത്. കാരണം എന്തുകൊണ്ടറിയോ? കാരണം ഈ വ്യാഖ്യാനം പറയുമ്പോൾ ആ വ്യാഖ്യാനത്തിൽ ഒരാൾ മരിക്കാനുള്ള ആളാണ്. അപ്പോൾ അയാൾ മരിക്കണതിന് മുമ്പ് ഈ വിഷയം അയാൾ കേൾക്കണം അല്ലേ. അതുകൊണ്ടാണ് അവിടെ ആ സമയത്ത് എന്ത് ചെയ്യണത്, ഈ ഒരു അഖീദയുടെ വിഷയം അതെല്ലാ ഭാഗങ്ങളും ഉള്ളിൽ തട്ടുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തത്. കാരണം എന്താ, ഈ സ്വപ്നത്തിൽ കണ്ട ഒരാൾ കണ്ടത് എന്താണ്, പിന്നെ അയാൾ റൊട്ടി ചുമക്കുന്നു, പറവകൾ കൊത്തി തിന്നുള്ള, അയാൾ ക്രൂശീകരിക്കപ്പെടും എന്നുള്ളതാണല്ലോ അതിൻ്റെ വ്യാഖ്യാനം. അപ്പോൾ അയാൾ നാളെ ക്രൂശീകരണത്തിന് വിധേയനാകാൻ മരിക്കാനുള്ള ആളാണ്. അതറിഞ്ഞുകൊണ്ടാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തത്, ഈ ഒരു വിഷയം പറഞ്ഞു കൊടുത്തത്, അഖീദയുടെ വിഷയം അവിടെ പ്രത്യേകം പറഞ്ഞു കൊടുത്തത്. അതും പിന്നെ അവരുടെ വ്യാഖ്യാനം പറയുന്നതിന് മുമ്പായി. അപ്പോൾ നോക്കിയാൽ പാഠം അതിപ്പോൾ നമ്മളൊരു പ്രത്യക്ഷത്തിൽ വായിക്കുന്നത് പോലെയാണത്. അതേപോലെ ധാരാളം വിഷയങ്ങൾ ഈ കഥയിൽ അഖീദയുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ തർബിയയുമായി ബന്ധപ്പെട്ട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. പിന്നെ നോക്കി, നിങ്ങൾ കുട്ടിയാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, അപ്പോഴാണ് സ്വപ്നം കാണുന്നത്. ആ സ്വപ്നം കണ്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വാപ്പാൻ്റെ അടുത്തൊക്കെ ഓടുന്നത്, യാ അബത്തി ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലി സാജിദീൻ. താൻ കണ്ടൊരു സ്വപ്നം കൗതുകത്തിൽ, താല്പര്യത്തിൽ അത് വാപ്പാനോട് ഓടിപ്പോയിരുന്നു വാപ്പാൻ്റെ അടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആ വാപ്പയും മകനും തമ്മിലുള്ള ബന്ധം എന്താ? അതും കണ്ട സ്വപ്നം എന്താ? നക്ഷത്രാദികൾ സൂര്യനും ചന്ദ്രനും തനിക്ക് സുജൂദ് ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലേ. അതൊരു അതിശയോക്തിപരമായൊരു വിഷയമല്ലേ. അതൊരു കുട്ടി പറയുമ്പോൾ, ഇന്നത്തെ കാലത്താണെങ്കിൽ ജൊനിച്ച് പൊയ്ക്ക അവിടുന്ന് അറിയും അല്ലേ, ഇങ്ങനത്തെ ഒരു പിന്നെ കാര്യം കണ്ട് പറയും. ചിലർക്ക് പേടിയാണ് അതൊന്ന് പോയി പറയാൻ. കാരണം എന്താ, രക്ഷിതാവും മകനും തമ്മിലുള്ള ബന്ധം അത്ര പിന്നെ അകലത്തിലാണ്. പലപ്പോഴും യാതൊരു ബന്ധവുമില്ല, വാപ്പൊരു ലോകത്ത് മക്കളൊരു ലോകത്ത്, അങ്ങനെയാണ്. പക്ഷേ ഇത് നോക്കി നിങ്ങൾ, കണ്ട സ്വപ്നമായിട്ട് ഓടിച്ചെന്നത് കൗതുകത്തിൽ അവതരിപ്പിക്കാൻ. അപ്പോൾ അത് സാഗൂതം വാപ്പ കേട്ടിട്ട് വാപ്പ അതിനെന്ത് ചെയ്യാണ് അല്ലേ, അതിൽ പിന്നെ അതാണ് അതിലുള്ള നിദർശനം. അതൊക്കെ എന്താണ്, തർബിയത്തിൻ്റെ ഓരോ വിഷയങ്ങളാണത്. വാപ്പ പറയാനില്ല, യാ ബുനൈ
ഏ ആ വിളി നോക്കിയേ, ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക്, നിൻ്റെ ഈ സ്വപ്നം അത് സഹോദരങ്ങളോട് നീ കതിക്കല്ലേ. എന്ന് തുടങ്ങിയിട്ട് പിന്നെ വാപ്പ പറഞ്ഞ ആ വിഷയങ്ങളൊക്കെ നമ്മൾ നോക്കി നോക്കുമ്പോൾ അവർക്ക് തെർബീയത്തിൻ്റെ വിഷയത്തിൽ എത്ര വലിയ പാഠങ്ങളാണ്, ഗുണപാഠങ്ങളാണ്. അതേപോലെ ഓരോന്നും ഇപ്പോൾ ഈ സൂറത്ത് യൂസുഫിൽ നമ്മൾ പഠിച്ച സ്വഭാവങ്ങൾ എന്താ, സൂറത്ത് യൂസുഫിൽ പഠിച്ച സ്വഭാവങ്ങൾ എത്രയെത്ര സ്വഭാവങ്ങൾ മിഴ പിന്നെ ശരിക്കും വ്യക്തമായി നമ്മളിങ്ങനെ ഇങ്ങനെ ശരി വരികൾക്കിടയിൽ ഇങ്ങനെ വായിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ സൂറത്ത് യൂസുഫ് നമ്മൾ പ്രത്യക്ഷത്തിൽ വായിക്കുമ്പോൾ തന്നെ അതിൽ സ്വഭാവങ്ങളുടെ മഹത്വമാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ക്ഷമ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഇഹ്സാൻ, പരനന്മ, അതേപോലെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സിദ്ഖ്, സത്യസന്ധത. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, മിനൽ മുഖ്ലസീൻ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ മിനൽ മുഹ്സിനീൻ എത്ര പ്രാവശ്യം പറഞ്ഞു. പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ക്ഷമയുടെ പാഠങ്ങൾ, ഇങ്ങനെ എത്ര സ്വഭാവങ്ങൾ എത്രയാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഗുണപാഠങ്ങളാണ് പഠിക്കുന്നത്. പിന്നെ ആ വികാര നിയന്ത്രണം, പിന്നെ ഇഫ്വത്ത്, പരിശുദ്ധി, പാതിവൃത്യം നോക്കി നിങ്ങൾ. നമ്മൾ നടന്മാരെ പറയുമ്പോൾ ചക്കരക്കുടത്തിൽ കൈയിടാത്തവർ, ഇത് സുന്ദരൻ, സുമുഖൻ, പിന്നെ സുസ്മേരവദനൻ, ഒരു വിദേശി, അടിമയായി പിടിക്കപ്പെട്ടത്, മാർക്കറ്റിൽ വിൽക്കപ്പെട്ടത്, യൗവനത്തിൻ്റെ നിറവിൽ തികവിൽ, അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ മുമ്പിലാണ് ഒരു പെണ്ണൊരുത്തി കണ്ണ് വെച്ച് അതേപോലെ തന്നെ വശീകരിച്ച് പിന്നെ തനിക്ക് വേണമെന്ന ആർത്തിയിൽ പിന്നാലെ കഥകടച്ച് വിരികൾ തൂക്കി ഹൈ തലക് എന്ന് വിളിച്ച് അവസരമൊരുക്കുന്നത്. പക്ഷേ മഅദല്ലാ ഇന്നഹു റബ്ബി എന്നാലോചിച്ച് നോക്കി. ആ ഒരു പിന്നെ സ്വഭാവ മാഹാത്മ്യം, ഇതൊക്കെ നമ്മൾ ഇതിൽ പല സ്വഭാവങ്ങൾ തെളിഞ്ഞു നിൽക്കുന്നതിൽ ചിലത് ആണത്. അതെ, ഇതേപോലെ ഓരോന്നും. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജയിൽവാസം എത്ര വർഷം, ജയിൽവാസം എത്ര, ധാരാളം വർഷങ്ങളാണ്. ഫലബിസ ഫിസ്സിജിനി ബിദ്അ സിനീൻ എന്ന് പറയുന്നുണ്ടല്ലോ. ബിദ്അ സിനീൻ എന്ന് പറഞ്ഞാൽ എന്താ, അത് ചുരുങ്ങിയത് 7. ഈ 7 വർഷം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കഴിഞ്ഞു. അതിന് മുമ്പ് എത്ര വർഷം, കുറേ വർഷം കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ പറയുന്നത്, നീ ഉസ്കുർനി ഇൻദ റബ്ബിക്, യജമാനോട് പോയിട്ട് പറയണം ഇങ്ങനെ ഒരു യൂസുഫ് ഉണ്ട് ജയിലിൽ കിടക്കണമെന്ന്. പക്ഷെ അദ്ദേഹം ഫൻസാഹു ഷൈത്താനു ദിക്റ റബ്ബിഹി ഫലബിസ ഫിസ്സിജിനി ബിദ്അ സിനീൻ, അയാളെ ഷൈത്താൻ മറപ്പിച്ചു. അത് കാരണത്താൽ എന്ത് ചെയ്തു, പിന്നെയും വർഷങ്ങൾ 7 കിടന്നു എന്നാണ്. ഇത്ര വർഷങ്ങൾ ജയിലിൽ കിടന്ന ഒരു യൂസുഫ് അലൈഹിസ്സലാം ആ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് രാജാവിനോട് പറയുന്നത് ഇജാൽനി അല ഖസാഇനിൽ അർദ്, ഇജാൽനി അല ഖസാഇനിൽ അർദ്, ഈ മിസ്ർ ദേശത്തിൻ്റെ ഖസാനകൾ അതിൻ്റെ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിക്കുന്നതാണ്. ഈ നീണ്ട ജയിൽവാസം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഒരിക്കലും തളർത്തിയിട്ടില്ല, ശരീരത്തെ രോഗിയാക്കിയിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ജ്ഞാനം അതിനെ ശോഷിപ്പിച്ചില്ല. പൂർണ്ണ ആരോഗ്യത്തിൽ, നല്ല മാനസികാവസ്ഥയിൽ, അതേപോലെ തന്നെ ശരിക്ക് മാനസികവും ശാരീരികവുമായ മികവിലാണ് ജയിലിൽ നിന്ന് ഇറങ്ങുന്നത്. അതുകൊണ്ടാണ് വർഷങ്ങൾ പലത് ജയിലിൽ കടന്നിട്ട് ഇറങ്ങി വന്ന പിറ്റേന്ന് പറയുന്നത് എന്നെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത്. അതും മിസ്ർ ദേശത്തിൻ്റെ ഖസാനകളെ മുഴുവൻ ഏൽപ്പിക്കാനാണ് പറയുന്നത്. അതെന്താ അതിലുള്ള പാഠം നോക്കിയേ. പരീക്ഷണങ്ങൾ നമ്മളെ വലക്കും, ചിലപ്പോൾ അഴികൾ എണ്ണേണ്ടി വരും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ആഫിയത്ത് തരട്ടെ, അല്ലേ. ആ പരീക്ഷണങ്ങളുടെ ഉലച്ചിലിൽ, അതേപോലെ തന്നെ ആ പ്രയാസത്തിൽ ഇനി അഴികൾ എണ്ണേണ്ടി വന്നാൽ ആ അഴികൾ എണ്ണൽ ചിലരുണ്ടല്ലോ ഒരാഴ്ച തന്നെ 4 ദിവസം താൽക്കാലം ഒന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ തകരും. പക്ഷേ നോക്കിയാൽ നിങ്ങൾ ഒരു കുറ്റവും ചെയ്യാതെ താൻ നിരപരാധിയാണ് എന്നുള്ളത് തീർത്തും അറിയാം, അദ്ദേഹത്തിന് അറിയാം. തൻ്റെ പരിശുദ്ധിയെക്കുറിച്ച്, തൻ്റെ ആത്മനിയന്ത്രണത്തെക്കുറിച്ച്, താൻ തെറ്റുകാരനല്ല എന്നുള്ള വിഷയം അദ്ദേഹത്തിന് അറിയാം. ഈ റാവതത്നി അൻ നഫ്സി എന്നാണ് പറഞ്ഞത്. ഞാനല്ല തെറ്റ് ചെയ്യാൻ ഭാവിച്ചത്, അവളാണ് തെറ്റ് ചെയ്യാൻ ഭാവിച്ചത് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ച ആളാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. എന്നിട്ടും ജയിലിൽ കിടക്കാൻ വിധിക്കപ്പെട്ടു. അതും നിരപരാധി വർഷങ്ങൾ നോക്കിയ ആ വർഷങ്ങളും അദ്ദേഹത്തെ മാനസികമാക്കിയിട്ട് തളർത്തിയില്ല. അദ്ദേഹത്തെ ഒരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് എത്തിയില്ല.
എത്രത്തോളം എത്തിയില്ല. ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് അദ്ദേഹം പറയുന്നത് രാജാവിനോട്, സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തതിന് ശേഷം എന്നെ പിന്നെ ഈ ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ ഞാൻ ശക്തനാണ് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെ ഇതിലെ പാഠങ്ങളാണ്, മനസ്സിലല്ലേ. പിന്നെ ഇതേപോലെ ഈ സിയാസത്ത് അല്ലേ, രാഷ്ട്രീയമായിട്ടുള്ള ഇത് കൂടുതൽ ഇതിൽ ഈ ഇഖ്തിസാദിയ അതേപോലെ തന്നെ സിയാസിയ ഇസ്തിമാഇയ കൂടുതൽ പണ്ഡിതന്മാർ ദാർശനികന്മാർ വിശദീകരിച്ച മസലയാണ്. നോക്കി, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം മിസ്ർ ദേശത്തേക്ക് ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് 2 നേതൃത്വം കിട്ടി. ഒന്ന് അദ്ദേഹത്തിന് ദീനിയായുള്ള നേതൃത്വം അല്ലേ, അദ്ദേഹം നബിയാണ്. പിന്നെ അദ്ദേഹത്തിന് ദുന്യവി ആയിട്ടുള്ള നേതൃത്വം അല്ലേ, ദുന്യവി ആയിട്ടുള്ള നേതൃത്വം അല്ലേ. ഇന്ന് പലപ്പോഴും ദുന്യവി ആയിട്ടുള്ള നേതൃത്വം ഉണ്ടാവും, ദീനിയായ പരിവേഷം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് എല്ലാ കള്ളത്തരവും വെട്ടിപ്പും വേണ്ടാത്തരവും ഒക്കെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വരുന്നത്. അതേസമയം ദീനിയായ ഈ മികവിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ ദുന്യവിയായിട്ടുള്ള നേതൃത്വം ഉണ്ടല്ലോ, അതുണ്ടായിട്ടുണ്ടെങ്കിൽ എങ്ങനെയിരിക്കും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഭരിച്ചത് അങ്ങനെ ഇരിക്കുന്നു, മനസ്സിലായില്ലേ. ദീനില്ല എങ്കിൽ പിന്നെ രഹസ്യങ്ങൾ, അതേപോലെ തന്നെ ഇപ്പോൾ ഈ പറയപ്പെടുന്ന സ്വജനപക്ഷപാതിത്വങ്ങൾ, അതേപോലെ തന്നെ വെട്ടിപ്പ് തട്ടിപ്പ് തുടങ്ങിയിട്ടുള്ളത്, പിന്നെ ഈ അരക്ഷിത അവസ്ഥകൾ ഒക്കെ അതിനാലാണ് ഉണ്ടാവുന്നത്. അത് ഇപ്പോൾ ഇബ്നുൽ ജൗസി എന്ന് തോന്നുന്നത് ഉമർ റളിയല്ലാഹു തആലയുടെ ചരിത്രത്തിൽ ഉമർ റളിയല്ലാഹു തആലയുടെ മഹർ പറഞ്ഞല്ലോ 40 ഉഖിയയേക്കാൾ മഹർ കൂടാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. മഹർ കൂടുതൽ സ്ത്രീകൾ ചോദിച്ച ആ വിഷയത്തിൽ 40 ഉഖിയ വരെ അതിനപ്പുറം പോകാൻ പാടില്ല എന്ന രീതിയിൽ ഉമർ എന്ത് ചെയ്തു, മഹറിന് നിയന്ത്രണം വെച്ച്. അതിൽ യസീദുൽ ഹാരിസിയുടെ മകളാണെങ്കിൽ പോലും മഹർ ഇത്ര കൊടുക്കരുത്, ഇതിലേറെ കൂടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ശക്തമായിട്ട് പറഞ്ഞു എന്നാണ് ചരിത്രത്തിലാണ് അത് വായിക്കണേ. ഉമർ റളിയല്ലാഹു തആല അൻഹു അത് ഉമർ മിമ്പറിൽ വെച്ച് പ്രസംഗിക്കുകയാണ്, മസ്ജിദ് നബവിയിലെ മിമ്പറിൽ വെച്ച് പ്രസംഗിക്കുകയാണ്. അപ്പോഴാണ് സ്ത്രീ എഴുന്നേറ്റിട്ട് പറയുന്നത്, ആയത്തോതി കൊടുത്ത്, സ്ത്രീ ഉമറിന് ആയത്തോതി കൊടുത്തു, വൈൻ അറത്തും ഇസ്തിബ്ദാല സൗജിൻ മകാന സൗജിൻ വആതൈതും ഇഹ്ദാഹുന്ന ഖിൻതാറ ഫലാ തഅഖുദു മിൻഹു ശൈഅ. ഒരു സ്ത്രീക്ക് ഒരു ഖിൻതാർ മഹർ നൽകിയിട്ടുണ്ടെങ്കിൽ, ഖിൻതാർ എന്ന് പറഞ്ഞാൽ എന്താ? ഖിൻതാർ എന്ന് പറഞ്ഞാൽ ജബലുൻ അദീം, വലിയൊരു പർവ്വത സമാനം ഒരു സ്ത്രീക്ക് മഹർ നൽകിയിട്ടുണ്ടെങ്കിലും മറ്റൊരു സ്ത്രീയെ വേൾക്കുകയാണ് എങ്കിൽ ഇതിൽ നിന്നും ഒന്നും എടുക്കരുത് എന്നാണ് പറയുന്നത്. അപ്പം ഇന്ന് കിട്ടും എന്ത്, ഒരു സ്ത്രീക്ക് മഹർ മഹനീയമായി കൊടുക്കാമെന്നുള്ള വിഷയം ഉണ്ടല്ലോ, കിട്ടും. അത് സ്ത്രീ ഓതിയപ്പോൾ ഉടനെ ഉമർ പറയാണ്, അഖ്ത റജുലുൻ വ അസാബത്ത് ഇംറഅത്തുൻ. എന്താ അഖ്ത റജുലുൻ, ഒരു പുരുഷൻ്റെ നിലപാട് തെറ്റി, വ അസാബത്ത് ഇംറഅത്തുൻ, ഒരു സ്ത്രീയുടെ നിലപാട് ശരിയായി. ഉമർ അത് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. ഉമർ ആരാ? ഉമർ അമീറുൽ മുഅ്മിനീൻ, ഖലീഫയാണ്. പക്ഷേ ഈ ഒരു നിലപാട് പറയാൻ ഉമറിനെ ഒരുക്കിയത് എന്താ? അദ്ദേഹത്തിൻ്റെ ഈ ദീനിയായിട്ടുള്ള മതപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് അല്ലേ. അതാണ് ഈ ഒരു ഗുണപാഠത്തിൻ്റെ വിഷയത്തിൽ ഉദാഹരണം, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെ ഭരിച്ചു, രാഷ്ട്രീയം കൈയാളി. ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീർ പറയുന്നത്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭരണനാളിൽ അന്നത്തെ മലിക് ഇസ്ലാം ആശ്ലേഷിച്ചു എന്നാണ്. അൽ വലീദ് ബിൻ റയ്യാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് പറയപ്പെടുന്നത്. അദ്ദേഹം ഇസ്ലാം ആശ്ലേഷിച്ചിട്ടുണ്ട് എന്നാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അതേപോലെ എന്ത് ചെയ്തു, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയിൽ സ്വാധീനിക്കപ്പെട്ടു എന്നുള്ളതാണ്, ഭരണാധികാരി വരെ. ഇതേപോലെ ഉള്ള പാഠങ്ങൾ ഇത് ഇപ്പം നോക്കിയത് മിസ്ർ ദേശത്തിൻ്റെ ഒരു വിഷയമാണല്ലോ സ്വപ്ന വ്യാഖ്യാനം. എന്താ? 7 വർഷം ക്ഷേമകാലം, 7 വർഷം ക്ഷാമകാലം അല്ലേ, അതാണല്ലോ രാജാവ് കണ്ട സ്വപ്നം. എങ്ങനെയാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം മിസ്ർ ദേശത്തെ ഈ ക്ഷാമകാലം 7 എണ്ണത്തിൽ നിന്ന് 7 വർഷത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്? അത് മിസ്റിനെ മാത്രമല്ല, മിസ്റിൻ്റെ പരിസര നാടുകളൊക്കെ മിസ്റിനെയാണ് ആശ്രയിക്കുന്നത് അല്ലേ. അപ്പം മിസ്റിനെയും പിന്നെ കനആൻ ഉൾപ്പെടെയുള്ള പരിസര നാടുകളെയും മുഴുവൻ
യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെടുത്തി ബിഫോദലില്ല. എങ്ങനെ? അതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പിന്നെ എന്ത് ഈ സാമ്പത്തിക മീമാംസ, പിന്നെ എങ്ങനെ പ്രശ്നങ്ങളെ പരിഹരിക്കണം, അതിനുള്ള മുന്നൊരുക്കങ്ങൾ എങ്ങനെയാണ് അദ്ദേഹം പിന്നെ 7 വർഷം നന്നായി കൃഷി ഇറക്കാൻ പറഞ്ഞില്ലേ? നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഖസാനകൾ സ്ഥാപിക്കാൻ വേണ്ടി പറഞ്ഞു എന്നാണ് താരീഖിൽ അതിൽ പറയുന്നത്. ഖസാനകൾ സ്ഥാപിക്കാൻ പറഞ്ഞു, ഖസാനുകൾ ഉണ്ടാക്കി, ഗോഡൗണുകൾ. അതേപോലെ തന്നെ പിന്നെ ദുർവ്യയം, എല്ലാവർക്കും ദുർവ്യയം അദ്ദേഹം വിലങ്ങി, ദുർവ്യയം പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ അത് സുംബുലയിൽ ഖദിർ കുലയിൽ എന്ത് ചെയ്യാൻ പറഞ്ഞു? ധാന്യം സൂക്ഷിക്കാൻ പറഞ്ഞു. ഖദിർ കുലയിൽ ധാന്യം സൂക്ഷിക്കാൻ പറഞ്ഞു. കറ്റയടക്കം ധാന്യം സൂക്ഷിക്കാനാണ് പറഞ്ഞത്. എന്തിനാ കറ്റയടക്കം ധാന്യം സൂക്ഷിക്കാൻ പറഞ്ഞത്? മനുഷ്യന്മാർ മാത്രമല്ല ഉള്ളത്, ധാന്യം തിന്നാനുള്ള ആളുകൾ മാത്രമല്ല ഉള്ളത്, പിന്നെ ആരുണ്ട്? നിലമുഴുതാനും അതേപോലെ തന്നെ മറ്റു പിന്നെ കാർഷിക പിന്നെ ഉൽപ്പന്നങ്ങൾക്കും കാലികൾ വേണം. അപ്പോൾ കാലികൾക്ക് തിന്നാൻ വൈക്കോല് വേണം അല്ലേ? ആ വൈക്കോല് ഉണ്ടാകാനാണ് എന്ത് ചെയ്തത്? ഖദിർ കുലകളിൽ തന്നെ ധാന്യം സൂക്ഷിക്കാൻ പറഞ്ഞത്. ധാന്യം ആളുകൾക്കും എടുക്കാം, വിത്തിനും എടുക്കാം. ഖദിർ കുലകൾ അത് കാലികൾക്കും തിന്നാനുള്ള വകുപ്പാകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെ ഉണ്ടല്ലോ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ പിന്നെ സാമ്പത്തിക വിഷയങ്ങളുടെ കൈകാര്യം ചെയ്യൽ, അതിലെ വൈവിധ്യങ്ങൾ ചിലത് നമ്മളിവിടെ പറയണേ, ഇങ്ങനെ ഓരോന്നും. അതേപോലെ തന്നെ സാമൂഹികമായ വിഷയത്തിൽ ഇതിലൊക്കെ വളരെ കൗതുകം തുളുമ്പുന്ന പാഠങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചില തഫ്സീറുകളിൽ വായിക്കുന്നത്. ഏതായാലും ഞാനിവിടെ ഇങ്ങനെ ഒരു പെട്ടെന്നുള്ള പോക്ക്. ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ, അവരുടെ കഥകളിൽ തീർച്ചയായും ഗുണപാഠമുണ്ട്. നബിമാരാകാം, നബിമാരിൽ പ്രത്യേകിച്ച് ആര്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയും അതേപോലെ തന്നെ സഹോദരങ്ങളും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും, അവരുടെ കഥകളിൽ ഗുണപാഠമുണ്ട് എന്ന് പറയുന്നത്. ആ ഗുണപാഠങ്ങൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പിന്നെ വിഷയത്തിൽ സൂറത്ത് യൂസുഫിൻ്റെ ഈ പശ്ചാത്തലത്തിൽ പണ്ഡിതന്മാർ ഇങ്ങനെ പല വകുപ്പുകളാക്കി തിരിച്ചിട്ടാണ് എന്തിട്ടുള്ളത്, അത് എണ്ണിയിട്ടുള്ളത്. നമുക്കിനി ഇതിൻ്റെ ബാക്കി, ഈ ആയത്തിൻ്റെ ബാക്കിയും ഈ ഒരു ഉലിൽ അൽബാബ് തുടങ്ങിയ ഭാഗവും നമുക്ക് അടുത്ത ആഴ്ച വേദനയില്ല.